ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പച്ച ബിയർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ ബിയർ ബോട്ടിൽ കളയാതെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് കളറുള്ള ബിയർ ബോട്ടിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത് മെറൂൺ കളർ പോലത്തെ ആ ഒരു ബോട്ടിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കിട്ടിയത് നമ്മൾ കളഞ്ഞിട്ടില്ല, കുളിപ്പിച്ച് സുന്ദരനാക്കി ഇവനെ നമുക്കൊന്ന് പെയിൻറ്റിൽ മുക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ചുവപ്പും ഓറഞ്ചും അതുപോലെ തന്നെ മഞ്ഞയും കളറുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചയിലാകുമ്പം കുറച്ച് എടുത്തറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന കാട്ടുചെടിയാണ് കേട്ടോ. അത് ഇതിൻ്റെ പേര് ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പേര് പറയുന്നില്ല. ഇതിനെ നമ്മൾ പെയിൻ്റ് അടിച്ചു നേരെ കുപ്പിയിൽ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതേ മോഡലൊക്കെ നമ്മൾ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വരയ്ക്കുന്ന ആളായതുകൊണ്ട് വേറെ ഷേപ്പൊക്കെ ആയിപ്പോകുമെന്ന് എനിക്കുറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എളുപ്പമുള്ള വഴികളാണ് നോക്കുന്നത്. ഇതിനെ പെയിൻ്റ് അടിച്ച് നമ്മൾ തലങ്ങും വിലങ്ങും ഒട്ടിച്ചു കേട്ടോ. എല്ലാം ഒരേ മോഡൽ തന്നെ ഒട്ടിച്ചില്ല. ഒരെണ്ണം തല തിരിച്ചും ഒരെണ്ണം തല നേരെയും അങ്ങനെ ഒരു മോഡലാണ് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അതായത് തലങ്ങും വിലങ്ങും. അതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അമർത്തി കൊടുക്കണം. കാരണം ഈ പെയിൻറ്റ് കുപ്പിയിലേക്ക് പിടിക്കണമല്ലോ, അതായത് ഇലയിൽ തന്നെ ഇരിക്കരുതെന്ന് വിചാരിച്ചാണ് അങ്ങനെ അമർത്തി കൊടുത്തത്. അതിന് ശേഷം അതിൻ്റെ തണ്ട് കളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ തണ്ട് പിടിച്ച് വലിച്ചു ഇലയെ വലിച്ചെടുത്തപ്പോഴത്തേക്ക് ഇതാ ഒരു സൈഡ് ഭാഗം ഇതുപോലെ പെയിൻറ്റ് പടർന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ മെനക്കിടാൻ നിൽക്കുന്നില്ല. ഓരോ ഇലയുടെ ഓരോ ഭാഗവും നമ്മൾ വലിച്ചെടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാമെന്ന് കരുതി. കാരണം ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് പടരാനും അതുപോലെ തന്നെ വൃത്തികേടാവാനും സാധ്യതയുണ്ട്. അത്രയും സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അപ്പം നമ്മൾ ഒരെണ്ണം ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് ഭാഗം പെയിൻറ്റ് പിടിച്ചിട്ടില്ല. നന്നായിട്ട് ഇലയിൽ ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പെയിൻറ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്തായാലും നമ്മൾ ഒരുവിധം എല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും പെയിൻറ്റ് പിടിക്കാത്ത ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിന് ശേഷമാണ് പിന്നെ ഓരോന്നോരോന്ന് ഞാൻ എടുക്കാൻ വേണ്ടി നോക്കിയത്. അപ്പം 2 ഷെയ്ഡായിട്ടൊക്കെ ഞാൻ ഇലയെ ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ. എൻ്റെ ഒരു കഴിവേ, ഞാൻ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കും. കാരണം വേറെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. പൂവൊക്കെ വെച്ചു. ഇതാണപ്പോൾ ഫൈനൽ ലുക്ക്.